ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മൾ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ്. നമ്മൾ എന്നും വീട്ടിലെ കുക്കിങ്ങും ക്ലീനിങ്ങും ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ടാണല്ലോ കാണിക്കുന്നത്. ഇന്ന് നമ്മളൊരു ട്രാവലിംഗ് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് പോകുന്ന എവിടേക്കാണെന്നുള്ളത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതെ, അട്ടപ്പാടി പോവുകയാണ്. പെട്ടെന്നുണ്ടായ ഒറ്റ മൈൻഡിലുള്ളൊരു പോക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്നത് ആരുടെ കൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസിൻസാണ് കേട്ടോ. ഉമ്മാൻ്റെ വീട്ടിലത്തെ കസിൻസ് ഒരുമിച്ച് പോകുകയാണ് കേട്ടോ. അതിൽ എല്ലാ കസിൻസൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഉള്ള കസിൻസ് ഒക്കെ ഒരുമിച്ചിങ്ങാണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ മൊത്തം 4 സ്കൂട്ടിയിലായിട്ട് 8 പേരാണ് കേട്ടോ പോകുന്നത്. 4 സ്കൂട്ടി, 3 സ്കൂട്ടിയും ഒരു ബൈക്കുമായിട്ട് അങ്ങനെ 8 പേരാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ചിലവർ നാട്ടിലില്ലാത്തവരുണ്ട്, നാട്ടിലുണ്ടായിട്ടും വേറെ എന്താ പറയുക പ്രോഗ്രാമും കാര്യങ്ങളായിട്ട് നമ്മളെ കൂടാൻ പറ്റാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുള്ളവർ വെച്ചിങ്ങാണ്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അടുത്ത ഞായറാഴ്ച കുഞ്ഞിപ്പോൾ പോവുകയാണ് കേട്ടോ, തിരിച്ച് ദുബൈയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ വന്നേക്ക് തുടങ്ങിയ പ്ലാനിങ് ആണ് കേട്ടോ, എങ്ങടെങ്കിലും ഒന്ന് പോകുകയെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച നമ്മൾ പ്ലാൻ ചെയ്തു. എന്നാൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് കൊടിയുത്തിയായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു നമ്മളുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത്. പക്ഷേ കൊടിയുത്തി പോകാൻ വേണ്ടിയിട്ട് നമ്മളപ്പോൾ പിന്നെ പ്ലാനിങ് മാറ്റി. കൊടിയുത്തി വേണ്ട, നമുക്ക് അട്ടപ്പാടി പോകാമെന്ന് പറഞ്ഞ് പ്ലാനിങ് മാറ്റിയിട്ടോ. പക്ഷേ അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടിയുത്തിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു 3:30, 3:45 ആ ഒരു ടൈമിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കൊടിയുത്തിക്ക് നമുക്ക് അധികം ദൂരമല്ല കേട്ടോ, കുറച്ചുള്ളൂ, അടുത്താണ് കൊടിയുത്തി, അമ്മനിക്കാട് കൊടിയുത്തി പെരിന്തൽമണ്ണ ഭാഗത്തുള്ളത്. പക്ഷേ അട്ടപ്പാടി നമുക്ക് കുറച്ച് ലോങ് ആണ് കേട്ടോ, കുറച്ച് ദൂരം പോകാനുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 3:45 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 4 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മണിയാകുമ്പോഴേക്കും നമ്മൾ അട്ടപ്പാടി ചുരം കയറണം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പോകുന്നത്. സാധാരണ അട്ടപ്പാടി പോകുന്നവർ ഒരു ഉച്ചക്കെങ്കിലും ഇറങ്ങും കേട്ടോ, 2-2:30 ആ ഒരു ടൈമിലെങ്കിലും ഇറങ്ങണം. എന്നാലേ തിരിച്ച് നമുക്ക് രാത്രി ആവുന്നതിൻ്റെ ഉള്ളിൽ ഒരു 6-6:30 ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റുള്ളൂ. ചുരമല്ലേ, ചുരം കയറുമ്പോൾ രാത്രി കുറച്ച് റിസ്ക് അല്ലേ, സീനല്ലേ, അപ്പോൾ തിരിച്ചങ്ങനെ ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് കൊടിയുത്തിയായിരുന്നത്, പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് മാറ്റിയതാണ്, അട്ടപ്പാടി ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അട്ടപ്പാടി ആക്കിയതാണ്. ഫസ്റ്റ് ടൈമുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെ കസിൻസിൻ്റെ കൂടെ ബൈക്കിൽ എന്താ പറയുക ഇങ്ങനെ ഒരു ട്രാവൽ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഉപ്പാൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഒക്കെ പോവാറുണ്ട്. പക്ഷെ അതെല്ലാവരും കൂടെ ബസ്സിൽ ഫാമിലി മൊത്തമായിട്ട് അങ്ങനെ ഇതുവരെ പോയിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ട്രിപ്പ് നമ്മൾ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെൻറ്റും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു പോക്കായിരുന്നു. അപ്പോൾ നമ്മൾ ചുരം കയറിങ്ങോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരൊക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാമൻ്റെ മോള് ഷിഫ, പിന്നെ ഓളെ ബ്രദർ പൊന്നൂസ്, ഷിബിലി എന്ന പേര്, പൊന്നൂസേന്ന് വിളിക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ നേരെ മുന്നിലുള്ള സ്കൂട്ടിമ്മേ മേമാൻ്റെ മോനും മോളും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് എൻ്റെ അമ്മാവൻ്റെ മോനാണ് നാഫി, പിന്നെ ഞാൻ, കുഞ്ഞിപ്പ, വാവ, നമ്മൾ ഇത്ര പേരാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചുരം കയറിങ്ങോണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരത്തുമ്പോൾ കൂടി ഇന്ന് മഴ ഉണ്ടായിരുന്നില്ല, നമ്മൾ ചെറിയൊരു ചാറ്റൽ മഴയും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷെ മഴ ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കിയിട്ടും കൂടി ഇല്ല കേട്ടോ, ഒരു തുള്ളി പോലും മഴ ചാറിയിട്ടോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ചുരം കയറി നമ്മൾ 10-ാം വളവിൽ എത്തിയിട്ടുണ്ട്. എന്താ പോരെ, ഇറങ്ങിയതാ അല്ല, നല്ലൊരു വെയിൽ കിട്ടിയോ നോക്കി ഇറങ്ങിയതാണ്. നല്ല വെയിൽ, പെരുമഴയാണ്. അട്ടപ്പാടിലെങ്ങാൻ വെയിലുണ്ടോക്കാനേ ഷർട്ടും പേരൊന്നും ഉണങ്ങുന്നില്ല. നല്ലൊരു വെയിൽ നോക്കി ഇങ്ങാണ്ട് ഇറങ്ങിയതാണ്. കൊറേ ആയി മഴക്കാലത്ത് ഒരു വെയിൽ കിട്ടുമ്പോ അതൊരു സുഖല്ലേ. അപ്പൊ നല്ല വെയിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയാം. 2 പരിപ്പോട 2 സുഖിയായി. ഞാനൊരു ചിറാപുഞ്ചി വീഡിയോ എടുക്കാൻ വന്നതാണ്, പക്ഷെ ചിറാപുഞ്ചിക്ക് മഴ കിട്ടിയില്ല. നല്ല വെയിൽ കിട്ടി, നല്ല ചിറാപുഞ്ചി വെയിലത്ത് അതേ നടക്കുള്ളൂ. വണ്ടികളെല്ലാരും നിർത്തിക്കാം, പോകണവര് വരുന്നവരൊക്കെ. ഓള പിന്നാലെ അല്ല, നിനക്ക് തിരിച്ചിറങ്ങണ്ടേ? വാവ എടുത്തിട്ട് തന്നെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. കറിയാതെടാ, മഴ പെയ്യോ, നീ വാ പൊന്നൂസ്. എവിടേക്ക്
റോട്ടിലോ വണ്ടി ബസ്സൊക്കെ കൊണ്ടുപോകും എന്താ പറയണേ. ആരേലും ഒന്ന് വഴി പറഞ്ഞു കൊടുക്കും. എനിക്ക് റിച്ചുവിന് ബാക്ക് പോകുന്നുണ്ട്. എന്റെ ഫോണില് വരെ ഭയങ്കര ക്ലാരിറ്റി. എന്താ ചെയ്യാ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇത് കൊടുക്കാം. ഇൻസ്റ്റയില് സ്റ്റോറി ഇടുമ്പോഴേ ആതിരപ്പള്ളി വാഴ സ്ലോ മോഷനാണ്. എടാ സ്ലോ മോഷൻ ഒന്നുകൂടി കാണിച്ചാട്ട്. ആ ഇങ്ങനെ എടുക്ക സ്ലോ മോഷൻ. അതൊന്ന് സിനിമാറ്റിക്കിൽ എടുത്തു കൊടുത്താ പ്യാവങ്ങൾ ജീവിച്ചു പോക്കട്. ആ പോക്ക് അങ്ങനെ പോകണ്ടോ, തിരിഞ്ഞു നോക്കരുത്. കയറോ 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 കയറോ. അങ്ങനെ നമ്മൾ 10ാം വളവിൽ നിന്ന് കുറച്ച് പോന്നിട്ട് പിന്നെ ഒരു നല്ലൊരു പ്ലേസ് കണ്ടപ്പോൾ അവിടെ നിന്നങ്ങാണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ ചുരം കയറാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ പറ്റൂല, ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേ ഇപ്പൊ തന്നെ ഈ കുഞ്ചുക്ക് പൊന്നൂസ് ഷിപ്പിൽ പോയി ലാൻഡ് ചെയ്ത് കാര്യമൊക്കെ കുരിപ്പാട് അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയ പാൻറ് നടാടുകയാണ്. എന്ത് ചെയ്യാ ഒക്കെ ഗൂഗിൾ പേ കുടി പോയി കുടിച്ചാ. അപ്പൊ എന്താ നെക്സ്റ്റ് വിടല്ലേ കുടിക്ക്. മാ ചായ ഉണ്ടാക്കിന്ന് വിളിച്ചറി ചന്ദ്രട്ട അവിടെ മഴ പെയ്യുണ്ടോ, ചന്ദ്രനുണ്ടോ? എടുക്ക് എടുക്ക് എടുക്ക്. അത് ഫോട്ടോ ആണ് ഫോട്ടോ. സുധിയേട്ട അവിടെ ചന്ദ്രനുണ്ടോ? അല്ലേ സുധിയേട്ട അവിടെ ചന്ദ്രനുണ്ടോ? എന്ത് ചേർന്നൊക്കെ ഉദ്ദേശിച്ചായിരുന്നു അല്ലേ പണിയെ? എന്താ അവിടെ പൊട്ടണ്? വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ഡ്രൈവറായിട്ട് പോന്ന മതി. എന്ത് അല്ല നോക്കായിരുന്നു. അല്ലേ വല്ലാത്തൊരു 5 അത് ആരേലും ഒന്ന് എടുത്തുങ്ങാണ്ട് തീരുമാനാക്കിയോ? എനിക്കും ഉള്ളിവട മതി. അത് കാണാൻ കുറച്ച് ചൊറുക്കുണ്ട്. ഒരു വർക്ക് അല്ല, അത് ഉള്ളിവടയാണ്. അതെ തൊളട്ടക്കാണ് ഉള്ളിവടക്ക്. ഐ ആം ദി സോറി അളിയ, ഐ ആം ദി സോറി. ഓൾക്കറിയില്ലായിരുന്നു. എനിക്കും ഉള്ളിവട മതി. ഞങ്ങൾക്ക് തിരിച്ചടിച്ചാണോ എല്ലാം വളർത്തുന്നു പോന്നു. ഞങ്ങള് തന്നെയില്ല രണ്ടും പാടെ മറ്റേ സലീംകുമാറ മറ്റേ ഇതൊക്കെ ചാടക്കുഴി എന്താ മായിരുന്നു. മധുരല്ലാത്ത പായസം പോലെ മടി ഇങ്ങനെ. ഞാന് ഇന്റെ കാലുമാക്കാൻ നോക്കിയോട്ടോ, തിരിച്ചു നോക്കുമ്പോ മടിയായി. മോത്തൊന്ന് പഠിച്ചു കളയണ്. പച്ചലേസ് ഞാനും കരുതി ആ ടേബിൾ മേണ് വാങ്ങി വെക്കണത്. എടി പിന്നെയോ ഒന്ന് വായിക്ക ചെടി കയ്യിൽ. എത്ര പറഞ്ഞേക്കല്ലോ ഓഫീസില്. അതല്ലേ പൊന്നൂസേ, നാളെ മുതലേ അലനല്ലൂർ ഓക്ക് ഓർഡർ ചെയ്യാനാണ്. മൂന്നല്ല 4 വൈകുന്നേരം വേറെ വേണ്ടേ? വേറെ നോട്ടുണ്ടാ നിന്നില്ലേല്? എന്നാ ഞങ്ങൾ
ഇതിനൊരു 2 ലൈസ് കൂടി വാങ്ങിക്കൊടുത്ത അതിന്റെ മക്കളെ ലേസിനാണ് ഈ ചേലിക്ക് അടിയിടുന്നത്. ഒരു പുരോഗമനം. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്തിട്ടും പോകണ വഴിക്ക് ഇതേപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മറ്റോലെ മേത്തേക്ക് തെറിപ്പിക്കുക, നമ്മളെ മേത്തേക്ക് തെറിപ്പിക്കുക, അങ്ങനെ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കൊരു പ്രശ്നം പറ്റിയത് ടൈമിൻ്റെ ഒരു പ്രശ്നം മാത്രമായിരുന്നു. നമ്മൾ ഇറങ്ങിയ ടൈം ശരിയല്ല. കുടിക്കോണെന്ന് പോതില്ലേ? ഞങ്ങളിപ്പോ അല്ല ഞങ്ങളല്ല എവിടെയും കയറ്റാൻ പറ്റൂ അയക്കുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ വണ്ടിമ കറങ്ങിട്ട് അങ്ങനെ അപ്പൊ എന്നാ നരസിമുക്കോ ഊട്ടി എന്നാ നരസിമുക്കോ ഒറ്റ വൈൻഡ് ഊട്ടി തീരുമാനിച്ചു. എനിക്ക് എവിടെക്കാലും കുഴപ്പമില്ല, ഞാൻ രണ്ടും കണ്ടിട്ടില്ല. അത് നരസിമുക്ക് വലിയ രസമില്ല. എന്തൊരു മണിക്കൂറുണ്ടോ? ജല്ലിപ്പാറ പോവാ. മാറ്റുന്നു. ബൈ ബൈ. അപ്പോഴും വാവ് പറഞ്ഞു നരസിമുക്കെങ്കിൽ നരസിമുക്ക്, ജല്ലിപ്പാറ പോണ്ടാന്ന്. ആരും വാവന്റെ വാക്ക് കേട്ടില്ല. കാരണം ഒരു പറഞ്ഞാൽ കേൾക്കണം എന്ന് പറയുന്നത് ഇതിനാണ്. അങ്ങനെ നമ്മൾ ജല്ലിപ്പാറ പോകാമെന്ന് തീരുമാനിച്ചതായിരുന്നു. പക്ഷെ ഇതിൽ നമുക്ക് വീണ്ടും ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 സ്ഥലത്ത് ജല്ലിപ്പാറ മല കയറണ ആ ഒരു സ്ഥലത്ത് ചെന്നു. പക്ഷെ അവിടെ ഒന്നും ചെന്നപ്പോൾ എന്തായില്ല, അവിടേക്ക് കടത്തി വിട്ടില്ല. പിന്നെ ഇതാ ലാസ്റ്റ് വാവ അപ്പോഴും പറഞ്ഞു വാവ പോയൊരു സ്ഥലമുണ്ട് എന്ന്. അവിടേക്ക് കയറാൻ ആരും, നമ്മൾ വേറെ സ്ഥലത്ത് കൂടിയാണ് പോയത്. പിന്നെ ചുറ്റിത്തിരിഞ്ഞ് ഫൈനലി നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കയറിക്കോടി, ഞങ്ങൾ ഇവിടെ നിൽക്കാം. വലിയ ബ്ലോഗർ ഓൾക്ക് ഒരു നൊട്ടക്കുന്ന് കയറാൻ വയ്ക്കൂല. ഓൾക്ക് ഇവിടെ നിക്കണം. എന്ത് ബ്ലോഗറച്ച് ഡെയിലി സബ്സ്ക്രൈബേഴ്സിനെ. അപ്പൊ ഞാനും സിംഗിളൊന്നല്ലേ. രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ ഇനി കയറുന്നില്ല, റിസ്ക് എടുക്കണില്ല. ഇവൽക്കൊക്കെ ധൈര്യമാണ്, ഞങ്ങൾക്ക് ധൈര്യമില്ല. പിന്നെ കുറച്ച് നേരം ഉസിക്ക് പകരം ഞാനാണ് ബ്ലോഗ്. എൻ്റെ അടുത്ത് ഫോൺ വന്നിട്ട് 30 അങ്ങോട്ട് ഉപയോഗിക്കണേ. അപ്പോൾ വെറുതെ സീന് സ്ഥലം ചെറുക്കന്മാരത് അവിടെ ഫോട്ടോ എടുക്കണേ. പെരും കോടയാണേ. അവൾക്കൊക്കെ പെരുമ്പേടി കയറാൻ. പെരുമ്പേടി എന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് തന്നെ കോട ഇറങ്ങുക. പിന്നെ അതേമാതിരി റിട്ട് പോയി കഴിഞ്ഞാലേ പിന്നെ വജ്ജ് കാണൂല. അതൊരു പ്രശ്നമാണ്. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു സൂമാക്കുക. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. അവിടെ നല്ല ഷൂട്ടിങ്ങാണ്, റീൽ ഷൂട്ടിങ്. പക്ഷെ അപ്പോഴത്തേക്കും രാത്രി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ഇതിൽ കുന്നിൻ്റെ മുകളിൽ നിൽക്കണ ഒരു വീഡിയോ ഒക്കെ ചെയ്തില്ലേ, അപ്പോൾ ഒരു 6:45 ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ തിരിച്ചിറങ്ങാനും നമുക്ക് കുറച്ചുകൂടെ കയറാനുണ്ട്. എന്നാലാണ് കുറച്ചുകൂടെ കോട കൂടിയിട്ടൊക്കെ കാണാൻ ഒന്നുകൂടെ രസം എന്ന് പറഞ്ഞു. പക്ഷെ രാത്രി ആയപ്പോൾ ഓർക്ക് ആണുങ്ങൾക്ക് ബോയ്സിനൊക്കെ വന്നിട്ട് ശീലമുണ്ടല്ലോ, പക്ഷെ നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു ടെൻഷനായിരുന്നു കേട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ
കോട മൂടിക്കഴിഞ്ഞാൽ കണ്ണ് കാണൂല. കാരണം ഒറ്റ വഴിയാണ് കേട്ടോ, ഒരാൾക്ക് മാത്രം ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു പുല്ലിൻ്റെ കാടിൻ്റെ ഇടയിൽ കൂടിയുള്ള ഒരു വഴിയാണ്, കുത്തനുള്ള വഴിയാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലെങ്കിൽ പ്രശ്നമാകും. അപ്പോൾ എനിക്കും ഷിഫക്കൊക്കെ പേടിയാവല്ലോ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളില്ല, നിങ്ങൾ കയറിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറേ പറഞ്ഞു, നമുക്ക് കുറച്ചുകൂടി കയറാം, കുറച്ചുകൂടി കയറാനെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ കയറിയില്ല കേട്ടോ. തിരിച്ചിറങ്ങുമ്പോഴേക്കിന് രാത്രിയായ ഇരുട്ടായി കഴിഞ്ഞാൽ കണ്ണ് കണ്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട് അതുമറ്റും പോയിങ്ങാണ്ട് നമ്മൾ പിന്നെ തിരിച്ചിറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ വരികയായിരുന്നെങ്കിൽ ഒരു 4 മണിക്ക് നമ്മൾ അവിടുന്ന് പോകുന്നല്ലോ, ആ ഒരു 4 മണിക്ക് നമ്മൾ ഈ ഒരു ജെല്ലിപ്പാറ കയറാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കയറും, തിരിച്ചിറങ്ങുമ്പോഴും രാത്രി ആവില്ലല്ലോ. എന്നാൽ പിന്നെ നമുക്ക് രാത്രി ആവുന്നതിന് മുമ്പ് ഒരു 6-6:30 ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ചുരം ഇറങ്ങായിരുന്നു കേട്ടോ. പക്ഷേ പോയതും വന്നതൊക്കെ ടൈമിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ രാത്രിയാണ് കേട്ടോ നമ്മൾ ചുരം ഇറങ്ങുന്നത്. ഒരു 7:30-8 മണി ആ ഒരു ടൈമിലാണ് നമ്മൾ ചുരം ഇറങ്ങുന്നത്. ചെറിയൊരു ടെൻഷനൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ചുരം എന്ന് പറഞ്ഞൊക്കെ അറിയില്ലേ, രാത്രിക്ക് പോകുന്ന വണ്ടികളെ ലൈറ്റ് മാത്രമേ ഉള്ളൂ, വേറൊരു ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ പിന്നെ നമ്മൾ അടിവാരത്ത് വന്നിട്ട് വീണ്ടും ചായ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിക്കുകയാണ്. സമൂസ ഒക്കെ ഇനി ഊര പോയി കണ്ടിരിക്കുകയാണ്. ബാക്കൊന്നും ഇല്ല, എന്താ എല്ലാരും റോഡ് പറ്റതായിട്ട് എല്ലാരും സാറില്ല, വെജെങ്കിൽ വെജ് എല്ലാരും ഊര പോയി. റിച്ച് എങ്ങടെ പോയി? ചായ എന്നപ്പോക്കിന് സമോസ കഴിഞ്ഞ എന്തേ എന്താ ഞാൻ അല്ല, അവിടെ ചെന്നപ്പോ മറ്റേ വഴിയില്ലാത്ത പോലെ തോന്നി. മനസ്സിലായി എന്തായാലും ആ റോഡിൽ ആകെ ചീനി റോഡ് ആകെ ചീനി നടക്കല്ലേ, അപ്പൊ തോന്നി നമ്മള് നല്ല റോഡ് കൂടെ പോന്നീന്നത്. അതല്ലേ ഞാൻ പിന്നെ നിങ്ങളൊപ്പം വരാണ്ടെങ്കിൽ ഞാൻ കരുതി നിങ്ങള് അന്വേഷണം കരുതി നിങ്ങൾ പറഞ്ഞുതരാൻ വരികയാണ്. ഞങ്ങളന്ന് നമ്മള് പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും കൊടിയുത്തിന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ പോരുന്ന വൈക്കാണ് നമ്മൾ എന്ത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്, അട്ടപ്പാടി എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെന്ന ടൈമിൽ വീട്ടിൽ നിന്ന് എല്ലാവർക്കും ചെറിയ രീതിയിൽ ഒരു ഉപദേശം പോലെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിത്ര അങ്ങോട്ട് സ്ഥലം മാറ്റി എന്ന് ചോദിച്ചിങ്ങാണ്ട് രാത്രി ചുരം ഇറങ്ങുമ്പോൾ വീട്ടുകാർക്ക് പേടിയല്ലേ. അപ്പോൾ അങ്ങനെ രാത്രിക്ക് നിങ്ങൾക്ക് കുറച്ച് നേരത്തെ പോയിക്കൂടാ നീന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നല്ല അടിച്ചു പൊളിച്ചിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഒരു വട്ടം പോയി നോക്കുമ്പോൾ ഇനിയും പോകാനായിരുന്നു കേട്ടോ നമുക്ക് പൂതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബായ്.